പ്രിയപ്പെട്ടവരെ നമസ്കാരം. കർക്കിടക മാസമാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുന്നേ അതിൻ്റെ വീടിയിട്ടുണ്ട്. മുന്നേ ഈ പച്ചമരുന്ന് കടയിൽ നിന്ന് അതിൻ്റെ കൂട്ടുകൾ വാങ്ങിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വീടിയുണ്ട്. അത് ആ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യിക്കുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാധാരണ എല്ലാം കിറ്റുകളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നാളെ ഈ ഇവിടേക്ക് മറ്റേ നമ്മുടെ ഉഴിച്ചിലും പോയിപ്പോൾ അവർ 2-3 കിറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ കഞ്ഞി വയ്ക്കുന്നതിൻ്റെ. അപ്പോൾ അത് മൺകലത്തിൽ കഞ്ഞി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വൈകുന്നേരത്തെ കഞ്ഞി അതാണ്. അതോടൊപ്പം 7 ദിവസം കഴിക്കണം. 7 ദിവസം കഴിക്കണം. അതോടൊപ്പം നമുക്ക് ഇന്ന് മുതൽ 7 ദിവസം ഞങ്ങൾ ആ കഞ്ഞിയാണ് കുടിക്കുക. വൈകുന്നേരം അടുപ്പ് കത്തിച്ച് കുറെ ചിന്തൂര് അതൊക്കെ ഇട്ട് കത്തിച്ചിട്ട് അതിന്റെ മേലെ ഉണങ്ങാൻ കുറച്ച് വിറക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് അടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മേലെ നിറച്ച് വിറക് വയ്ക്കണം. അത് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഇപ്പൊ ഈ മുകളിൽ ഇരിക്കുന്ന വിറകുകൾ കത്തുമെന്ന് ചോദിച്ചു. പോവാ, അടിയിൽ വെച്ചേക്കണ വിറക് അടുപ്പിൽ വെച്ചാണ് കത്തുള്ളൂ. പിന്നെ ഈ മുകളിൽ ഇരിക്കണത് ഇപ്പൊ എന്തായി, മുകളിലത്തെ മുഴുവൻ കത്തി കഴിഞ്ഞു. ഇതാണ് കിറ്റ് കേട്ടാ. ഇതില് ഈശ്വര കണ്ണാടി എടുത്തിട്ടില്ല ചേട്ടാ. ചേരുവകൾ, ഇതിന്റെ ഗുണങ്ങള്, കഞ്ഞി തയ്യാറാക്കുന്ന വിധം അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ചോരക്കഞ്ഞി, റെഡ് കഞ്ഞി എന്നൊക്കെ പറയില്ലേ, പറഞ്ഞിട്ട് ഞങ്ങള് അരി, പിന്നുള്ളത് ജീരകം, ഉലുവ, ഇതൊക്കെയാണ് ഈ പാക്കറ്റിലുള്ളത്. മരുന്നിന്റെ പൊടി. പിന്നെന്തുട്ടാ, പിന്നെ ഒന്നുമില്ല. നവരേരി, ഉലുവ, ആശാളി, ജീരകം, ചതകുപ്പ, ധന്വന്തര കഷായ ചൂർണം, അതായത് ദശമൂലം, ഇരുവേലി, മുത്തങ്ങ, മഞ്ഞൾ, കരിജീരകം, നന്നാറ്, നെല്ലിക്കത്തോട്, ദേവതാര, മുക്കുരം, ഇലവർങ്ങം, കുരുമുളക്, വയമ്പ്, അയമോദകം, ചുക്ക്, തിപ്പല്ലി, ഗ്രാമ്പു, ജാതിക്ക, കുറാശാണി, കുടക്കപ്പാലരി, മല്ലി, പാർവള്ളി മുതലായവ ആണ് ഇതിന്റെ ചേരുവകൾ. 3 പാക്കറ്റുകൾ 7 ഭാഗങ്ങളാക്കി മാറ്റണം. 7 ഭാഗങ്ങൾ. 1 2 3. അരി ഇതിരിക്കുന്നു കേട്ടാ. അരി കഴുകാനാണ് ഇരിക്കിട്ടുണ്ട് കേട്ടാ. പൊടിയും ഈ ധാന്യങ്ങളും 7 ഭാഗങ്ങളാക്കിട്ടാ അരി കഴുകാം. പെട്ടെന്ന് മഴക്കാര് വന്നു. ഇപ്പൊ നല്ല മഴല പോകും. അതെ, ഇരുട്ടായില്ല. എന്താ പറയാ, സമയം 5 മണിയാണല്ലോ. പക്ഷെ ഈ ആകെ ഇരുണ്ട് കൂടി. എന്നാലോ കിളികളുടെയും ഈ ചീവീടിന്റെയും കുളത്തിലുള്ള മറ്റേ തവളകളുടെയും എല്ലാത്തിന്റെയും ശബ്ദങ്ങള് സമ്മിശ്രമായിട്ടുള്ള ശബ്ദങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെള്ളം കഴിഞ്ഞു. അപ്പൊ അരി കഴുകി വെച്ചിട്ടുണ്ട്, അത് ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇളക്കണ്ടേ? കഴുകില്ലേ? കഴുകിട്ട് ചോദിച്ചാൽ ആവശ്യമില്ല. കളച്ചകാരനെ അടിപൊളി തിളക്കും. ഞങ്ങള് 2011-12 കാലഘട്ടത്തില് പണികളൊക്കെ ഓരോ തൊഴിലുകളൊക്കെ ചെയ്ത് തവിട് പൊടിയിരിക്കുന്ന കാലം. കയ്യിൽ കാശൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഇനി അടുത്ത ബിസിനസ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞങ്ങള് തല പിണ്ണാക്കാക്കിയിരിക്കും. ഇനി അടുത്ത വഴി എന്താണ് അങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന ടൈമില് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന വന്നു. ഉണക്കമീൻ്റെ ഒരു ബിസിനസ്. നമ്മുടെ ഒരു ബന്ധു അവനെ ഈ ഉണക്കമീൻ്റെ ഇതാണ് ഈ ഗുജറാത്തിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അവനുമായി ബന്ധപ്പെട്ടു. അത് ഉണക്കമാന്തൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണക്കമാന്തൽ അത് ഇങ്ങനെ 50 കിലോൻ്റെ പെട്ടിയിട്ട് കിട്ടും. അത് നമ്മൾ ഇങ്ങനെ ഈ ഓരോ കടകളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്നാകുമ്പോൾ 50 കിലോന്റെ പെട്ടി വരും. നമ്മൾ അതിനെ പാക്ക് ചെയ്യണം. 50 ഗ്രാം അല്ല
100 ഗ്രാം. അല്ല, പാക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ മൊത്തമായിട്ട് ഓരോ കടകളിൽ 2 കിലോ 3 കിലോ വീതം 4 കിലോനൊക്കെ കൊടുക്കാമല്ലോ അവർക്ക് ആവശ്യത്തിനനുസരിച്ച്. അങ്ങനത്തെ അങ്ങനെ ഒരു സംഗതി ചെയ്തു. പിന്നെ ഇത് തൂക്കം നോക്കി കൊടുക്കാനാണെങ്കിൽ ഒരു ത്രാസ് ഇവിടെ കയ്യിലുണ്ട്. പിന്നെ ലാസ്റ്റാണിത്. ഒരു ത്രാസ് ഉണ്ട്, പിന്നെ ഒരു ഒരു ഒമിനി വാനും ഉണ്ട് നമ്മുടെ. അപ്പൊ ഈ 2 സാധനം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ പാക്ക് ചെയ്യാനായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുന്ന സാധനല്ലേ മറ്റേ ഈ അമൃത മെഷീൻ, അതുകൊണ്ട് പിന്നെ കവറും ഉണ്ട് ഇഷ്ടം പോലെ. അച്ചാറിന്റെ കവറും ഉണ്ട്. അച്ചാർ പാക്കറ്റ് ആ കവർ ഇതിന് പറ്റില്ല, അത് കുട്ടി കവറുകളായിരുന്നു. അത് പറ്റില്ല, അതിന്റെ കവർ വേറെ വാങ്ങിച്ചു. ആ കവർ ഒരു ലോഡ് ഇരിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ എന്ത് സാധനം തുടങ്ങുമ്പോഴും നമ്മള് വളരെ കുറച്ച് തുടങ്ങി അത് വിജയിക്കുമോ എന്ന് നോക്കി പിന്നെ പിന്നെ പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവരണ്ടേ. ഇതത് ചെയ്യില്ല. അച്ചാർ ബിസിനസ് തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ 50 കിലോ നാരങ്ങയും 50 കിലോ മാങ്ങയും കൊണ്ടുവന്ന് ഇറക്കി. എന്നിട്ട് ആ ഇറക്കി വെച്ചതിന്റെ പിന്നാലെ ആ ചാക്ക് എടുത്ത് പൊക്കി തണ്ടലിന് അത് പിന്നെ പറയാം. ഇത് കുറെ ഞാനും സദ്യം കൂടിയിട്ട് പാക്കറ്റിലാക്കി. അത് 100 ഗ്രാമിന്റെ പാക്കറ്റ് 250 ഗ്രാമിന്റെ പാക്കറ്റ് ആക്കി ഞങ്ങൾ കുറച്ചിട്ടാ. അധികം ആക്കാൻ പറ്റില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ഇത് പാക്കറ്റുകളിലാക്കിയിട്ട് പിന്നെ ഒരു 2 പെട്ടി എടുത്ത് വണ്ടിയിലും വെച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കറ്റ് മാത്രമല്ല, ചില്ലറയാണെങ്കിലും ആളുകൾക്ക് എടുക്കാലോ. നമ്മളാണെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് വലിയ പഠനം നടത്തി, ചുറ്റുവട്ടത്തൊക്കെ പഠനം നടത്തി. ഇപ്പോൾ ഉണക്കമാന്തലിന് ഓരോ കടകൾ അന്ന് കടകളിൽ 100 ഗ്രാമിന് 6.50 പീസ് ഉണ്ട്. 100 ഗ്രാമിന് അപ്പൊ 6 കിലോയ്ക്ക് 65 രൂപ. നമുക്കാണെങ്കിൽ 46 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പൊ ലാഭമാണല്ലോ, നമുക്ക് 19 ഒരു ലാഭം കിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ ചെലവുകളൊന്നും അങ്ങനെ കണക്കാക്കി 100 കിലോ ഒരു ദിവസം ചെലവായി കഴിഞ്ഞാൽ 2000 രൂപ ഒരു ദിവസം നമുക്ക് കാശ് കിട്ടില്ലോ. അങ്ങനത്തെ ഒരു കണക്കൂടലാണ് ആൾ ജീവിതം. ഇത് എന്തുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മുടെ തൃശ്ശൂരിന്ന് ഈ വാടാനപ്പള്ളി വാടാനപ്പള്ളി അല്ലേ, കാഞ്ഞാണി കണ്ടച്ചാറവ് കാഞ്ഞാണി നിന്ന് സത്യനികാണ്ട വഴി വീടിന് മുന്നിലൂടെ ആ റൂട്ട് പോകാന്ന് വെച്ചു. ഇങ്ങനെയുണ്ട് പെരിങ്ങോട്ടുകാരെ കൂടിയിട്ട് നമ്മുടെ ഈ പുള്ള് ഈ വഴിക്ക് ഇങ്ങനെയായിട്ട് പോകാന്ന് വെച്ചിട്ട് വണ്ടിയിൽ നമ്മളൊറ്റയ്ക്കില്ലോട്ടാ വണ്ടിയിൽ കയറ്റി. അങ്ങനെ ആദ്യത്തെ കടകളിൽ കയറിയപ്പോൾ ഈ തൃശ്ശൂർ വശത്തൊന്നും അവർക്ക് വേണ്ട, തൃശ്ശൂർ മാർക്കറ്റ് തൊട്ടടുത്താണ്. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അരിമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അരിമ്പൂര്. അവിടെ എത്തിയിട്ട് ഒരു കടലിലേക്കാണ് കയറി ആദ്യമായിട്ട്. കടയിൽ കയറിയിട്ട് പാക്കറ്റ് ഞാൻ ചെന്നിട്ട് ചോദിച്ചു. ഈ ഉണക്കമാന്തലാണ്, നല്ല ഉണക്കമാന്തലാണ്, ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്, നല്ല ഉണക്കമാന്തലാണ്. ഈ 100 ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കിയിട്ടുണ്ട്, 250 പാക്കറ്റുകളുണ്ട്, 60 രൂപ വെച്ചിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. 60 65 രൂപ വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അയാളുണ്ട് ഒരു കൊട്ടയിൽ നിറച്ച് ഈ 100 ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കിയിട്ടുള്ള സാധനങ്ങൾ കുറേ എടുത്ത് വെച്ച് എൻ്റെ മുന്നിൽ വെച്ചു. അതിവിടെ ഇഷ്ടം പോയത് അവിടെയാണ് 55 രൂപയുള്ളൂ. അത് മാതൃ വളരെ മോശമാണ്, പക്ഷെ ആളുകൾക്ക് അത് മതി. നമ്മുടെ മാന്തളുടെ വലിപ്പൊന്നും ഇല്ല, നമ്മുടെ മാന്തളുടെ പകുതി വലിപ്പുള്ളൂ, പക്ഷെ അത്രയോ വേണ്ട, അവർക്ക് അത് മതി ഇവിടെ കൊടുക്കാനായിട്ട്. വീണ്ടും നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കണതിൽ ഇങ്ങനെ വടി പോലെ ഇരിക്കും. ഇത് നല്ല തളർന്ന് വീട്ടിലുണ്ടാക്കുമ്പോഴത്തെ മാന്തളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടേക്കാണ്ട് പോണ കടകളിലേക്കൊക്കെ ഇങ്ങനെ അന്തിക്കാട് കൂടിയിട്ട് അങ്ങോട്ട് പോയി കടകളിലൊക്കെ ഇല്ലേ, എല്ലാ കടകളിലും ഈ ഉണക്കമാന്തള് പാക്കറ്റിലാക്കി വെച്ചിട്ടുള്ള പരിപാടി ഉണ്ട്. അന്ന് എൻ്റെ റൂട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ സരിതോട് പറഞ്ഞു ഇത് പിഴവൈന്തുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് പിറ്റേ ദിവസം പോയതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇവൻ നമുക്ക് മാന്തള് തന്ന അവനെ കുറെ കടകൾ പരിചയമുണ്ട്. അവിടെയും അവനും കൊണ്ട് പോയി. അങ്ങനെ അത് നമ്മള് വരന്തരപ്പള്ളിയില് തൃശ്ശൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ് 10-26 കിലോമീറ്ററുണ്ട്. അവിടെ വരെ വണ്ടി പിടിപ്പിച്ചിട്ട് അവിടെ പോയി ചിലവായത് 3 കിലോനാണ് അവരെടുത്തത്. അതായത് നമ്മുടെ ഈ ഇടയിൽ കടകൾക്കൊന്നും വേണ്ട ഈ സാധനം. ആകെ എന്താ പറയുക, എല്ലാ കടകളിലും ഉണ്ട് മാന്തള്. പിന്നെ ഒരു തവണ പട്ടിക്കാട് റൂട്ടിൽ പോയി, അവിടെ പോയിപ്പോൾ ഒരു 2-3 കിലോ എടുത്തു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഓടുന്നതിൻ്റെ ഇതും പിന്നെ നമ്മുടെ ഒരു ദിവസം ചിലവകാശം പിന്നെ മാന്തളാണ്ട് ചിലവാവണില്ല. അങ്ങനത്തെ എങ്ങനെ എണ്ണി നോക്കിയാലും 8 പെട്ടി എപ്പോഴും ഉണ്ട്. 8 പെട്ടി എപ്പോഴും ഉണ്ട്. എങ്ങനെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിദയനീയ. ഇതിന്റെ മണം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് ചെലവാക്കാൻ ഒരു തുള്ളി. കാരണം ഒരു ദിവസം ഈ പെട്ടിയാണ് തുറന്നു ചെറിയ ഈ ചോപ്പ് കളറ് മാത്രം പോകാൻ തുടങ്ങി.
ഉടൻ തന്നെ എല്ലാ പെട്ടിയും പൊട്ടിച്ചിട്ട് ഈ മറ്റേ ഇത് പായ വിരിച്ചിട്ട് കംപ്ലീറ്റ് ബെതറിയുണ്ട്. വെയിലല്ല അതിന്റെ മുകളിൽ വെയിലത്തിടാൻ പാടില്ല, കാറ്റ് കൊള്ളാനാ പാടില്ല, വെയിലത്തിടാൻ പാടില്ല. അങ്ങനെ സാധനം നിറഞ്ഞു. നമ്മുടെ കൂട്ടുകാരൻ വിജയനെ വിളിച്ചിട്ട് വിജയനോട് പറഞ്ഞു, വിജയ നീ കുറച്ച് മാന്തൽ വേണമെങ്കിൽ കൊണ്ടു നോക്കിക്കോ, ഇനി ഉണ്ടെന്ന് നോക്കിയിട്ട്. കാരണം ഇത്തിരി ചുവപ്പ് കളർന്ന് ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു ചുവപ്പ് എൻ്റെ ഒരു കളർ വരും. അതെന്ന് വെച്ചാൽ ഉണക്കമാതല ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഉണക്കമാതല മീൻ വറുത്ത് അല്ല കഞ്ഞിക്ക് വറുത്ത് കഴിച്ചു കുഴപ്പമില്ല. അങ്ങനെ വിജയൻ കുറച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞു, കളറ് പറ്റില്ലടാ, വെറുതെ കൊടുത്തതാ. എന്നിട്ട് പറയും കളറ് ശരിയാവില്ലതാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വെയിൽ കൊണ്ടിട്ട് ശരിക്കും വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പടി പോലെ വന്നില്ല, കളറ് മാറും, ഒരു നേരിയ വെള്ള കലർന്ന കളർ വരും. പിന്നെ എന്തൊരു ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പൊ സരിതര അമ്മായിര മരുമോനുണ്ട് ഷാജിയേട്ടൻ ഫോൺ വിളിച്ചു. ഷാജിയേട്ടൻ മാർക്കറ്റൊക്കെ നല്ല പരിചയം. ഷാജിയേട്ടൻ പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്, നമുക്ക് ചിലവാക്കാം, നമുക്ക് ആ വണ്ടിയിൽ ഉണക്കമാർഗം കൊണ്ട് നമ്മൾ പോകണം എന്ന് പറഞ്ഞു. പട്ടിക്കാട് ബാറിന്റെ അവിടേക്ക് എത്തുമ്പോ അവിടെ നമ്മൾ 2 മണിക്കൂർ കച്ചവടം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ 8 പെട്ടിയില്ല 16 പെട്ടിയായാലും ഞാൻ ചിലവാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെലവാകും, കാശ് പോയി, അത് നീ ചെലവാക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഷാജിയേട്ടനും മോമിനി വണ്ടി എടുത്തിട്ട് 8 പെട്ടിയും കയറ്റി വെച്ചു. 8 പെട്ടി. അപ്പൊ ഇടയില് ഷാജിയുടെ പറഞ്ഞു പോരായി വരുന്നത്, വണ്ടി ഓടിപ്പിച്ചിട്ട് ഇവിടെ നിന്നാണ് പോയി. അങ്ങനെ ഇവിടുന്ന് നടത്തറ വരെ എത്തുന്ന വരെ ഒരു സാധനം ചിലവായില്ല. ഷാജിദ് പറഞ്ഞു അവിടെ നിന്നല്ല ചിലവാ, നാട്ടും പുറത്താണ് ഈ സാധനം ചിലവാ, അവിടെ ഉള്ളവർക്ക് ഈ ഉണക്കമീൻ കിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഇതാവാന്ന് പറഞ്ഞിട്ട് നടത്തറ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് മൂർക്കിക്കര വലക്കാവിലേക്കായിട്ട് പോയി തുടങ്ങിയപ്പോൾ ഞങ്ങള് ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ ഈ ചേച്ചിമാരെ ഉച്ച ഒരു 3 മണി, ഉച്ചതിരിഞ്ഞ് 3 മണി 4 മണി സമയമാണ് കേട്ടോ. ആ സമയത്താണ് ഇത് കച്ചവടം. അപ്പൊ ഓരോ വീടുകളും മുന്നിൽ നിർത്തിയിട്ട് ഉണക്കമീൻ എന്നാണ് പറഞ്ഞിട്ട് ആലോചിക്കണം. ഉണക്കമീൻ കച്ചവടം നടത്തിയ കാര്യമായിട്ട് നമ്മൾ സാധാരണ പോലെ ആര് ചെയ്യുന്ന പോലും നമ്മള് നന്നായി വിളിച്ച് പറഞ്ഞിട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വർത്താൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അവിടെ വണ്ടി നിർത്തി ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഉണക്കമീനാണ്. വില കുറവിന്, കാശ് കുറവിന് 100 ഗ്രാമിന് 55 രൂപ വെച്ചു. അപ്പോൾ 1/2 കിലോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുച്ഛമായ കാശിൽ വരില്ലോ, 27-50 വരില്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഈ ചുവപ്പ് കളറ് കാണുന്നതോടുകൂടി അവരെ മുഖം ഇട്ട് മങ്ങ. എന്നാൽ ചിലവരൊക്കെ വാങ്ങിച്ചു. ഷാജിനെ പറഞ്ഞ അടിപൊളിയാണ്. തന്നെ ഒരു 6-7 കിലോ ചിലവായി. ഇവിടം വരെ നമ്മുടെ കണ്ണാറെത്തുന്ന വരെ 6-7 കിലോ ചിലവായി. അപ്പോഴേക്കും ഒരു 5-5:15 പക്ഷെ ഷാജിനും പറഞ്ഞു ഇനി കണ്ണാർന്ന് പട്ടിക്കാട് പീച്ചിക്ക് തിരിഞ്ഞോടത്ത് വലിയൊരു ബാറുണ്ട്, അവിടെ എത്തുന്നവരെ നമ്മൾ ചിലവാക്കണില്ല, ഇനി മുഴുവൻ അവിടേക്കുള്ളതാണ്. കാരണം കുടിച്ചു വരുന്നവർക്ക് ഉണക്കമീൻ വീട്ടിൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര കുടിച്ചു വരുന്ന വീട്ടിലത്തെ പെണ്ണുങ്ങൾ അതിൽ ഒതുങ്ങുന്നതാണ് ആളെ വെപ്പ്. ഉണക്കമീൻ കണ്ടു കഴിഞ്ഞാൽ അല്ല ഓരോ സങ്കല്പങ്ങളാണത്. അങ്ങനെ ഞങ്ങള് പ്രതീക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടിപൊളി തിളക്കുന്ന സ്ഥലത്ത് നമ്മുടെ മരുന്നിട അറിയണമെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിട അല്ല അത് മറ്റേ കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ ഞങ്ങള് അവിടുന്ന് കണ്ണാർന്ന് പട്ടിക്കാടേക്ക് 3-4 കിലോമീറ്റർ ഉണ്ട് ദൂരം. നിർത്തിയില്ല വണ്ടി, വേഗം ഓടിച്ചു 5:15. അപ്പൊ ഇങ്ങനെ നമ്മുടെ തൃശ്ശൂർക്ക് മണ്ണുത്തിക്ക് തിരിയുന്നവിടെ തന്നെയാണ് ഈ ഇടതുവശം വലിയ ബാറ്. കണ്ടമാനം പേര് കുടിയന്മാര് വരുന്ന സ്ഥലമാണ്. ആ വശത്തെ ഏക ബാറല്ല. അവിടേക്കാണ്ട് വണ്ടി തിരിച്ചങ്ങോട്ട് ആക്കിയപ്പോഴുണ്ട് എൻ്റെ ദൈവമേ, അവിടെ ഉണ്ട് 5-8 ഉണക്കമീൻ കച്ചവടക്കാര്. അവരെ കയ്യിൽ നമ്മളെ കയ്യിൽ മാന്തൽ മാത്രല്ല, അവരെ കയ്യില് മാന്തല്, വെളൂരി, മുള്ളൻ, തളാൻ, സ്രാവ്, ഉണക്കയില, ഉണക്കച്ചാള, ചെമ്മീൻ എല്ലാവരും കയ്യിൽ ഇങ്ങനത്തെ സാധനം കൊണ്ടിട്ട് ഞങ്ങള് വൈകി പോയി കാര്യമില്ല. അവിടെ 5-8 പേരാണ് അവിടെ ഓരോ വണ്ടികളായിട്ട് ഇതേപോലെ വണ്ടികളെ പെട്ടി ഓട്ട അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തട്ടില് ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ
എൻ്റെയും ഷാജിയുടെയും പദ്ധതി പൊളിഞ്ഞു. നേരെ ഞങ്ങൾ 5:45 അവിടെ നിന്നില്ല, അവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വീട്ടിൽ വന്നു. ഷാജിയേട്ടൻ പറഞ്ഞു നമ്മുടെ പരിപാടി പൊളിഞ്ഞു, ശരിയായി. എല്ലാ ബാറിന്റെ അവിടെ ഉണ്ട് ഈ ഉണക്കമീൻ കച്ചവടം, ഇല്ലാണ്ട് ഉണക്കമീൻ കച്ചവടം, പച്ചക്കറി കച്ചവടം ഒക്കെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഈ ഉണക്കമീൻ ഞങ്ങൾക്ക് അപ്പോഴും അതിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി. കാരണം ഈ സാധനം മുകളിലേക്ക് കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. പിന്നെ അത് പെട്ടിയിലേക്ക് അടിയിലേക്ക് കൊണ്ടു നോക്കി. ഇതന്നെ പണിയിട്ടേ വയ്യാണ്ടായി നമ്മള്. ഇത് ഈ സാധനം കൊണ്ടുവന്നത് വീണ്ടും കൊണ്ടു നോക്കിണ്ടേ. അങ്ങനെ മുകളിൽ കൊണ്ടു ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ചോദിച്ചിട്ടുണ്ടായി. ആർക്കും വേണ്ട. നമ്മൾ പിന്നെ വില പുറമെയുള്ള ആളുകൾക്ക് പിന്നെ കൊടുക്കാൻ പേടി. കാരണം വെച്ചാൽ വല്ല അസുഖങ്ങൾ വന്നാലും അത് കൊടുത്തു കഴിഞ്ഞിട്ട് അസുഖം വന്നാലും എന്നുള്ള പേടി കഴിഞ്ഞിട്ട്. പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ട് വല്ല കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെക്കട്ടിക്ക് വരും. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ടിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. അടിപൊളി ഐഡിയ ആയിരുന്നു. മണം കൊണ്ടുകൂടി ഇരിക്കാൻ പറ്റണില്ല. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമ്മൾ തെങ്ങിന്റെ കടക്കെ ഉപ്പൊക്കെ വാങ്ങിച്ചിടണതല്ലേ, ഇതിലിഷ്ടം പോലെ ഉപ്പുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, തെങ്ങിന്റെ കട മാറ്റിട്ട് ഇതൊക്കെ കയ്യിലിട്ടിട്ട് മൂടാം എന്ന് പറഞ്ഞു. അന്ന് നമ്മളെ കൈക്കോട്ട് എടുത്തിട്ട് ഞാൻ തെങ്ങിന്റെ കട മതി. ഓരോ തെങ്ങിന്റെ അടയ്ക്ക നമുക്ക് 8 തെങ്ങുണ്ട്. അപ്പൊ ആർക്കും പക്ഷഭേദമില്ല. എല്ലാ തെങ്ങിന്റെ അടയ്ക്ക ഓരോ പെട്ടി വെച്ച് അങ്ങനെ അടക്കം ചെയ്തു. കുഴിമാന്തിട്ട് മൂടി. സമാധാനം മണം പോയപ്പോ തന്നെ സമാധാനം. മാത്രല്ല അങ്ങനത്തെ കാശ് എത്ര പോയിന്നറിയോ? കാശ് എത്ര പോയി? 450 കിലോ 45 രൂപ വെച്ചിട്ട് വാങ്ങിച്ചിട്ട് 10,000 എത്രയാണ് പോയി കാശ്. ഞാൻ പറയാം എത്രയിലാവട്ടെ. ആ ബിസിനസ് അങ്ങനെ ഉണക്കമീൻ സ്വപ്നം അവിടെ പൊലിഞ്ഞു. ഞങ്ങൾ അന്ന് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുമ്പോ നമ്മൾ നോക്കുമ്പോ ആ സാധനം ഒറ്റ കടയിലില്ല. ഇപ്പൊ ഇത് എവിടെയില്ലല്ലോ. അപ്പൊ ഇത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും തോന്നും. നമ്മളത് തുടങ്ങിയിട്ട് പിന്നെ നോക്കണോടത്ത് മുഴുവൻ ഇതാ. നമ്മുടെ അരി പകുതി വേവായിട്ടാ. അപ്പൊ നമ്മളതിലേക്ക് ഇത് 7 ഭാഗമാക്കി വെച്ചിട്ടില്ലേ, 2, 3 ഭാഗങ്ങൾ നമ്മൾ ഇട്ടു കേട്ടാ. അതേപോലെ തന്നെ ഈ പൊടി ഉണ്ടല്ലോ, അതും 3 ഭാഗം നമ്മൾ ഇടാൻ പോട്ടാ. അതിൽ കിടന്നിട്ട് വേവണം. നാളികേരപ്പാല് ചേർക്കേണ്ടവർക്ക് ഇപ്പൊ ചേർക്കാം. അപ്പോ നോക്കിയേ, വർഷകാലത്ത് തീ കത്തിക്കുമ്പോഴുള്ള യഥാർത്ഥ ചിത്രമാണ് തീ കാണുന്നത്. പുക വരും. നമ്മുടെ കഞ്ഞി വെന്തുണ്ട്. ഇനി സരിത അത് കാച്ചാൻ പോകണല്ലേ. ആ അതെ, അരി കണ്ട, അരിയല്ല ചോറായി. ചോറ് സൂപ്പറായിട്ട് വെന്തൂട്ടാ. മരുതക്ക് സെറ്റായില്ലേ. നല്ല മണം വരുന്നുണ്ട്. നെയ്യ്, ചുമന്നുള്ളി അരിഞ്ഞതിട്ടു. മൂക്കണതേ അറിയില്ല, വെളിച്ചം കുറവായ കാരണം. അത് വേറെ ടോർച്ച് കൈ പിടിച്ചിരിക്കണം. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ കുറുക്കഞ്ചേരി അമ്പലല്ലേ, അവിടെ നിന്ന് എല്ലാവർക്കും കൊടുക്കും കിറ്റ്. സ്ഥിരമായിട്ട് അച്ഛനും എല്ലാ കൊല്ലം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാ ഈ കഞ്ഞി 7 ദിവസം വെച്ച് കുടിക്കുക. നല്ല മണം. കർക്കിടക മാസത്തിലെ കോരിച്ചൊരിയുന്ന പേമാരി, ആകെ അന്തരീക്ഷമൊക്കെ തണുത്തിരിക്കുമ്പോ നമുക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനുള്ളതായിരിക്കും അല്ലേ? എങ്ങനെയാണോ? ഓക്കേ, തീ കത്തണേ. നമ്മള് വേവിച്ച് കഞ്ഞി ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് സമയമായിട്ടാ. കഞ്ഞി കുടിക്കാറാവുമ്പോ കുടിച്ചാ പോരെ. കഞ്ഞി ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം അതിൽ ഉപ്പിട്ടൂട്ടാ. ഉപ്പിടുന്ന ക്ലിപ്പ് കാണിച്ചില്ല. കൂടുതൽ ഉപ്പിട്ടില്ല. കൂടുതൽ ഉപ്പിടണ അതല്ല, നമ്മൾ സാധാരണ കഞ്ഞിരിക്കുന്നതാണ് ഉപ്പില്ല. അത് ഇത്രയ്ക്ക് വേണ്ടത് മരുന്ന് കഞ്ഞിയല്ലേ. ഇപ്പൊ നമുക്ക് ഉപ്പിടാണ്ട് കഴിക്കുന്നവരുണ്ട്. ഇത് കണ്ട, ഇതിനെ കൂട്ടി കഴിക്കാനായിട്ട് കടുമാങ്ങ അച്ചാർ. എന്താ ജഗു കഞ്ഞി? ആ ജഗു കൂടി തുടങ്ങി. കയ്പുണ്ടോ? ആയിക്കോട്ടെ. ലാസ്റ്റാണ് കയ്പിലേക്ക് വരുന്നത്. അത്
ഉലുവേട ഉലുവ ചതകുട്ടിക്കില്ലേ അച്ചാറത്തൊക്കെ കടുമാങ്ങ കുഴപ്പമില്ല. ഈ മരുന്ന് കഞ്ഞി കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴേ രണ്ടാമത് കുടിച്ചപ്പോ അത്ര കയ്പ് തോന്നുന്നില്ല. ആദ്യത്തോട്ടം കുടിച്ചപ്പോഴെ കയ്പ്. ജീരകഞ്ഞി വീട്ടില്ലേ നമുക്ക് ഈ നോമ്പ് ഉണ്ടാവില്ലേ റംസാന്റെ നോമ്പ് തുറക്കണ സമയത്ത് ഞങ്ങളുടെ അവിടെ മുസ്ലിം പള്ളി ഉണ്ട് കണ്ണംകുളങ്ങര. അവിടെ നിന്ന് കഞ്ഞി കിട്ടും, ജീരക കഞ്ഞി. ഭയങ്കര ടേസ്റ്റാ. അപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ജലിച്ചേട്ടനും ഉണ്ടല്ലോ, അവര് 2 പാത്രം കൊണ്ടാ പോവാ എപ്പോഴും കഞ്ഞി വാങ്ങിക്കാൻ. ഒരു പാത്രം ഞങ്ങളുടെ വീട്ടിലേക്ക്, ഒരു പാത്രം അവർക്ക്, അങ്ങനെ. അപ്പൊ ആ ദിവസങ്ങളിൽ ആ നോമ്പ് വിടണ സമയത്തേക്ക് ഞാൻ അങ്ങോട്ട് പോണ ദിവസം എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഗോതമ്പ് കഞ്ഞി അല്ല ജീരക കഞ്ഞി. ഓരോ ദിവസവും വേറെ 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 ഫ്ലേവർ ആയിട്ടാ, നല്ല ടേസ്റ്റാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന്റെ ഒരു മണം ജീരകം ഉണ്ടാവും. അല്ല ഒരു ചിക്കൻ ഇട്ട് ചിക്കൻ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം. ഇഷ്ടമുണ്ട്. മല്ലിയിലൊക്കെ ഇട്ടിട്ടേ നല്ല രസമുണ്ട് ജീരക കഞ്ഞി. അവിടെ കണ്ണംകുളങ്ങര മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടുന്നതാ. അപ്പൊ നമുക്ക് നിർത്താം. നല്ല രസകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ് നമ്മൾ നിങ്ങളുമായി പങ്കുവെച്ചത് കിട്ടുന്നത്. അത്ര രസകരമായിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര വിഷമായിരുന്നു. പിന്നെ നമ്മള് ചെയ്യണതൊന്നും ശരിയാവണില്ലല്ലോ എന്നുള്ള വേവലാതി, ടെൻഷൻ, അതുകൊണ്ട് ഇപ്പൊ അത് പിന്നീക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ രസകരമായൊരു ഓർമ്മ. ആ സമയത്ത് രസകരമൊന്നും ആയിരുന്നില്ല. നാണക്കേടും ആളുകളുടെ കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. കപ്പോട്ടെ കടന്നു പോയില്ലേ, ഇതും കടന്നു പോകും. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.